ജാതി വിവേചനം തുടരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി ഹൈക്കോടതി. പട്ടികജാതി സമൂഹങ്ങൾ വിവേചനവും ബഹിഷ്കരണവും നേരിടുന്നത് തടയാൻ കഴിയുന്നില്ല എന്ന് നിരീക്ഷണം. മഴ ശക്തമായതോടെ പെരിയാർ തീരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മൂപ്പെത്താത്ത ഏത്തവാഴകൾ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും പ്രധാന പ്രതിസന്ധി. KG ശിവാനന്ദനെ CPI തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ നാട്ടിക MLA CC മുകുന്ദനെ ഒഴിവാക്കി. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. ഭരണഘടനയിലും നിയമങ്ങളിലും വ്യവസ്ഥകൾ ഉണ്ടായിട്ടും രാജ്യത്ത് ജാതിയുടെ പേരിലുള്ള വിവേചനങ്ങളും ബഹിഷ്കരണങ്ങളും ഇന്നും തുടരുന്നെന്ന് കേരള ഹൈക്കോടതി. അസിസ്റ്റന്റ് പ്രൊഫസറെ ജാതീയമായി അധിക്ഷേപിച്ചെന്ന പരാതിയിൽ രജിസ്റ്റർ ചെയ്ത കേസ് റദ്ദാക്കണമെന്ന ആവശ്യവുമായി കോട്ടയം കീഴൂരിലെ DB കോളേജിലെ മുൻ പ്രിൻസിപ്പൽ CK കുസുമൻ സമർപ്പിച്ച ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ സുപ്രധാന നിരീക്ഷണം. SC/ST നിയമം പോലുള്ള നിയമങ്ങളും ഭരണഘടനയിലെ വ്യവസ്ഥകളും നിലനിൽക്കുമ്പോഴും രാജ്യത്ത് പട്ടികജാതി സമൂഹങ്ങൾ വിവേചനവും ബഹിഷ്കരണവും നേരിടുന്നത് തടയാൻ കഴിയുന്നില്ല എന്നായിരുന്നു VG അരുണിൻ്റെ പരാമർശം. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ജാതി വ്യവസ്ഥയിൽ വേരൂന്നിയ അപരിഷ്കൃത നിലപാടുകൾ ഇന്നും തുടരുന്നു. മാറ്റിനിർത്തൽ, തൊട്ടുകൂടായ്മ, അക്രമം തുടങ്ങിയ അവഹേളനങ്ങൾ ഇന്ത്യയിലെ പട്ടികജാതിക്കാർ കാലങ്ങളായി നേരിട്ടിട്ടുണ്ട്. വിഭവങ്ങൾ, ഭൂമി, ഗുണനിലവാരമുള്ള വിദ്യാഭ്യാസം എന്നിവ സ്വന്തമാക്കാനുള്ള അവസരം പരിമിതപ്പെടുത്തിയിരുന്നു. ഈ വിവേചനങ്ങളിൽ പലതും ഇന്നും തുടരുന്നു. ദുർബല വിഭാഗങ്ങളിൽ നിന്നുള്ള ആളുകളുടെ സഹിഷ്ണുതയുടെ നിലവാരം അത്തരം അപമാനം അനുഭവിക്കാത്തവരുടേതിന് തുല്യമായിരിക്കില്ല എന്ന വസ്തുത മറന്നുപോകരുത്. ചെരുപ്പ് എവിടെ നിന്നുള്ളതെന്ന് ധരിക്കുന്നയാൾക്ക് മാത്രമേ അറിയൂ എന്നും വ്യക്തമാക്കിയ കോടതി കേസ് റദ്ദാക്കണമെന്ന ഹർജി തള്ളുകയും ചെയ്തു. പിതൃത്വത്തിൻ്റെ പേരിൽ തന്നെ അപമാനിക്കുക എന്ന ഉദ്ദേശ്യമാണ് പ്രിൻസിപ്പലുടെ പരാമർശമെന്നായിരുന്നു ഹർജിയെ എതിർത്ത് പരാതിക്കാരൻ ഉയർത്തിയ വാദം. കോളേജിലെ സ്റ്റാഫ് മീറ്റിംഗിലായിരുന്നു പരാമർശമെന്നും പരാതിക്കാരൻ്റെ അഭിഭാഷകൻ ചൂണ്ടിക്കാട്ടി. ഹാളിനുള്ളിൽ നടത്തിയ അപമാനകരമായ പരാമർശം പൊതുജനങ്ങളുടെ കാഴ്ചപ്പാടായി കാണാൻ കഴിയുമോ എന്ന ചോദ്യത്തിന് ഉത്തരം കണ്ടെത്തുക എന്നത് ബുദ്ധിമുട്ടാണ്. ഇതിൽ രേഖകൾ പരിശോധിക്കാനാകില്ലെന്നും കോടതി ചൂണ്ടിക്കാട്ടി. മീഡിയ ടൈം, കൊച്ചി. മഴ ശക്തമായതോടെ പെരിയാർ തീരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മൂപ്പെത്താത്ത ഏത്തവാഴകൾ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതുമാണ് പ്രധാന പ്രതിസന്ധി. ഓണവിപണി ലക്ഷ്യമിട്ട് നടത്തിയ കൃഷിയിലാണ് കർഷകർ ഇതോടെ വെട്ടിലായിരിക്കുന്നത്. തുടർന്നുകൊണ്ടിരിക്കുന്ന ശക്തമായ മഴയും വെള്ളക്കെട്ടും മൂലം പെരിയാറിന്റെ തീരപ്രദേശങ്ങളിൽ കൃഷി ചെയ്തിട്ടുള്ള ഏത്തവാഴകൾ തണ്ട് ചീഞ്ഞൊടിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. പകുതി പോലും മൂപ്പെത്താത്ത ഏത്തവാഴകളാണ് ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. എറണാകുളം ജില്ലയിൽ പുത്തൻവേലിക്കര പഞ്ചായത്തിലെ 9-ാം വാർഡിൽ പെരിയാറിൻ്റെയും ചാലക്കുടിയാറിൻ്റെയും സംഗമ തീരപ്രദേശത്ത് കൃഷി ചെയ്തിട്ടുള്ള വാഴ കർഷകർ തീര ദുരിതത്തിലാണ്. കഴിഞ്ഞ സീസണിൽ ഓണവിപണി ലക്ഷ്യം വെച്ച് കൃഷി ചെയ്തവർക്ക് നല്ല കുലകൾ ലഭിച്ചെങ്കിലും മാർക്കറ്റിൽ വൻതോതിലുണ്ടായ വിലയിടിവ് കാരണം കൃഷി നഷ്ടത്തിലായിരുന്നു. മുൻവർഷം കൃഷിക്കായി ബാങ്കിൽ നിന്നെടുത്ത ലോൺ തുക കുടിശ്ശികയാണ്. ബാങ്ക് ലോൺ പുതുക്കിവെച്ച് ലോൺ എടുത്ത് വളരെ പ്രതീക്ഷയോടെ കൃഷി ചെയ്ത വാഴ കർഷകരെ ഇപ്രാവശ്യം ചതിച്ചത് പ്രകൃതിക്ഷോഭമാണ്. തുടർച്ചയായ മഴയും വെള്ളക്കെട്ടും മൂലം വാഴകൾ വളർച്ച മുരടിച്ച മരവിച്ച അവസ്ഥയിലാണ്. ഡോക്ടർ BR അംബേദ്കർ സ്വാശ്രയ സംഘം വാഴ കർഷകൻ PK ശശിയുടെ നേതൃത്വത്തിൽ കൃഷി ഇറക്കിയ 400ഓളം ആറ്റുനേന്ത്രൻ ഏത്തവാഴകളാണ് വെള്ളക്കെട്ടിൽ നശിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഏത്തക്കായ്ക്ക് മാർക്കറ്റിൽ മെച്ചപ്പെട്ട വില ലഭിക്കുന്നുണ്ട്. ഈ സന്ദർഭത്തിലാണ് പകുതി പോലും മൂപ്പെത്താത്ത വാഴകൾ ഓരോ ദിവസവും കുഞ്ചൊടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നത്. തീരദേശങ്ങളിൽ വാഴകൃഷി ചെയ്ത് ദുരിതമനുഭവിക്കുന്ന കർഷകരെ സഹായിക്കാൻ കൃഷി വകുപ്പ് തയ്യാറാകണമെന്നാണ് കർഷകരുടെ ആവശ്യം. മീഡിയ ടൈം, പുത്തൻവേലിക്കര. KG ശിവാനന്ദനെ CPI തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തിരഞ്ഞെടുത്തു. 10-ാം തീയതി ഇരിഞ്ഞാലക്കുടയിൽ കൊടിയുയർന്ന CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിന് ഇന്ന് സമാപനമാകും. നിലവിൽ AITUC ജില്ലാ സെക്രട്ടറിയാണ് KG ശിവാനന്ദൻ. KG ശിവാനന്ദന്റെ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തിനെതിരെ ജില്ലാ കൗൺസിലിൽ എതിർപ്പുയർന്നെങ്കിലും
ഒടുവിൽ സംസ്ഥാന നേതൃത്വത്തിന്റെ നിർദ്ദേശം ജില്ലാ കൗൺസിൽ അംഗീകരിക്കുകയായിരുന്നു. നിലവിൽ AITUC ജില്ലാ സെക്രട്ടറിയാണ് KG ശിവാനന്ദൻ. ശിവാനന്ദന് പകരം VS സുനിൽകുമാർ, TR രമേഷ് കുമാർ എന്നിവരുടെ പേരുകൾ ജില്ലാ സെക്രട്ടറി സ്ഥാനത്തേക്ക് ഒരു വിഭാഗം നിർദ്ദേശിച്ചിരുന്നു. എന്നാൽ ഇതൊന്നും സമ്മേളനത്തിൽ അംഗീകരിക്കപ്പെട്ടില്ല. ഒടുവിൽ സംസ്ഥാന നേതൃത്വം ഇടപെട്ട് ശിവാനന്ദനെ സെക്രട്ടറിയാക്കാനുള്ള നിർദ്ദേശത്തിനു വഴങ്ങാൻ നിർദ്ദേശിക്കുകയായിരുന്നു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. CPI തൃശൂർ ജില്ലാ സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ നാട്ടിക MLA CC മുകുന്ദനെ ഒഴിവാക്കി. മുകുന്ദനെതിരെ വിമർശനം ഉയർന്നതിന് പിന്നാലെയാണ് അദ്ദേഹം ഇറങ്ങിപ്പോയത്. ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വിഷമമില്ല എന്ന് മുകുന്ദൻ പറഞ്ഞു. കള്ള ഒപ്പിട്ട് തന്നെ പറ്റിച്ച് പണം തട്ടിയ PAക്കെതിരെ പരാതിയില്ലെന്ന് പറയാൻ നേതൃത്വം ആവശ്യപ്പെട്ടുവെന്നാണ് മുകുന്ദന്റെ ആക്ഷേപം. VS സുനിൽകുമാറും ജില്ലാ സെക്രട്ടറിയും അടക്കമുള്ളവർ തനിക്കെതിരായി സംസാരിച്ചെന്നും മുകുന്ദൻ MLA പറഞ്ഞു. തന്നെ ജില്ലാ കമ്മിറ്റിയിൽ നിന്ന് ഒഴിവാക്കിയതിൽ വിഷമമില്ല, അവരുടേതായ ആളുകൾ വരാൻ വേണ്ടിയാണ് തന്നെ ഒഴിവാക്കിയത്. CPIക്കാരനായി തന്നെ തുടരുമെന്നും മുകുന്ദൻ വ്യക്തമാക്കി. തനിക്ക് പറയാനുള്ളത് സംസ്ഥാന സെക്രട്ടറിയോട് പറഞ്ഞിട്ടുണ്ട്. യോഗത്തിൽ നിന്നും ഇറങ്ങിപ്പോയതല്ല, തൻ്റെ അഭിപ്രായം പറഞ്ഞു പോരുകയായിരുന്നുവെന്നും മുകുന്ദൻ പറഞ്ഞു. മീഡിയ ടൈം, ഇരിഞ്ഞാലക്കുട. മാളയിൽ എക്സൈസ് ഉദ്യോഗസ്ഥരുടെ വാഹന പരിശോധനയിൽ കഞ്ചാവും MDMAയുമായി 3 യുവാക്കൾ അറസ്റ്റിൽ. മാള വലിയ പറമ്പിൽ നിന്നാണ് യുവാക്കൾ പിടിയിലായത്. അതിനിടെ കേസ് ഒതുക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമം നടന്നതായും പരാതിയുണ്ട്. ശനിയാഴ്ച വൈകിട്ട് മാളയിലെ വലിയ പറമ്പിൽ എക്സൈസ് ഇൻസ്പെക്ടർ മാത്യു കേരിയുടെ നേതൃത്വത്തിൽ വാഹന പരിശോധന നടത്തുന്നതിനിടെ ഹോണ്ട സിറ്റി കാറിൽ സഞ്ചരിച്ചിരുന്ന 3 യുവാക്കളിൽ നിന്നും 200 ഗ്രാം കഞ്ചാവും 0.037 ഗ്രാം MDMAയും ഗുളികകളും പിടിച്ചെടുത്തു. യുവാക്കളെയും വാഹനവും കസ്റ്റഡിയിലെടുത്തു. മാള വലിയ പറമ്പ് ആലങ്ങാട്ടുകാരൻ വീട്ടിൽ തൻസീർ 25, വടമ കനകക്കുന്ന് പള്ളിക്കുളം വീട്ടിൽ പ്രണവ് 27 വയസ്സ്, മാള വട്ടേക്കാട്ട് കുറ്റിപ്പുഴക്കാരൻ വീട്ടിൽ മുഹമ്മദ് അൻസീൻ 19 എന്നിവരാണ് പിടിയിലായത്. അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർമാരായ പ്രിൻസ് VM, ദേവദാസ് CK, പ്രിവെന്റീവ് ഓഫീസർമാരായ റെനീഷ് സന്തോഷ് കുമാർ, സുനിൽ കുമാർ, സിവിൽ എക്സൈസ് ഓഫീസർ അക്ഷയ് കുമാർ, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ സുധ, ഡ്രൈവർ സുഭാഷ് എന്നിവരും പ്രതികളെ പിടികൂടിയ സംഘത്തിൽ ഉണ്ടായിരുന്നു. അതിനിടയിൽ കേസ് ഒതുക്കാൻ ചില കേന്ദ്രങ്ങളിൽ നിന്നും ശ്രമം നടന്നതായും പരാതിയുണ്ട്. മീഡിയ ടൈം, മാള. ഗുരുപൂജ നമ്മുടെ സംസ്കാരമാണെന്ന് കേരള ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ അർലേക്കർ. എന്തിനാണ് ചിലർ ഇതിനെ എതിർക്കുന്നതെന്നും ഇവർ ഏത് സംസ്കാരത്തിൽ നിന്നാണ് വരുന്നതെന്നും മനസ്സിലാകുന്നില്ല എന്നും ഗവർണർ പറഞ്ഞു. തിരുവനന്തപുരത്ത് ബാലഗോകുലം ദക്ഷിണ കേരളത്തിന്റെ 50ാം വാർഷിക സമ്മേളനത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച സുവർണ ജയന്തി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. Some of the schools in our state, they perform Guru Puja. Guru Puja is our culture, and in that culture we offer flowers at the feet of our Guru, and some people have objected to it. I don't understand from which culture these people are coming. What is their thoughts? Some people are objecting to it. പ്രായം 214 ആയിട്ടും പ്രൗഢിക്ക് മങ്ങലേൽക്കാതെ കാലത്തിന് വിസ്മയമായി നോർത്ത് പറവൂർ ജില്ലാ കോടതി. കേരളത്തിലെ പൈതൃക കോടതികളിൽ ഒന്നാണിത്. 7 കോടതികളാണ് പറവൂരിലെ കച്ചേരി മൈതാനിയിൽ നിലവിലുള്ളത്. തിരുവിതാംകൂറിന്റെ പ്രധാനപ്പെട്ട ജില്ലാ കോടതിയായിരുന്ന കോടതി സമുച്ചയം പാരമ്പര്യത്തിന്റെ പ്രൗഢി വിളിച്ചോതുന്നതാണ്. 1 കോൽ വണ്ണത്തിലും 16 കോൽ നീളത്തിലുമുള്ള ചെങ്കൽ തൂണുമന്ദിരം നിലനിൽക്കുന്നത്. സിമന്റ് ലഭ്യമല്ലാതിരുന്ന കാലത്ത് മണലും കുമ്മായവും ചേർത്ത് പദം വരുത്തി 10 ദിവസം പഴുപ്പിക്കാൻ കൂട്ടിയിട്ട് 10ാം ദിവസം കടുക്ക, ചെമ്പരത്തി, ഉഴിഞ്ഞാവള്ളി എന്നിവ ചതച്ചു ചേർത്ത് തയ്യാറാക്കിയ കുമ്മായക്കൂട്ടിൽ പണിത കെട്ടിടം ഇന്നും കാലത്തെ വെല്ലുന്ന അത്ഭുതമാണ്. വാസ്തുശില്പകലയുടെ മനോഹാരിത ഇതിൽ കാണാം. ഇംഗ്ലണ്ടിൽ നിന്നുകൊണ്ടുവന്ന ഇരുമ്പ് തുലാൻ ഉപയോഗിച്ചാണ് മച്ച് ഉറപ്പിച്ചിട്ടുള്ളത്. ഗോവണിപ്പടികൾ നിർമ്മിച്ചതും മരത്തിലാണ്. ഈട്ടി, തേക്ക് തടികളാണ് ഉപയോഗിച്ചിട്ടുള്ളത്. കോടതികൾ, താലൂക്ക് ഓഫീസ്, രജിസ്ട്രാർ ഓഫീസ് എന്നിവ മന്ദിരത്തിൽ പ്രവർത്തിച്ചു വരുന്നു. ജില്ലാ കോടതി, 2 സബ് കോടതികൾ,
ഒരു മുൻസിഫ് മജിസ്ട്രേറ്റ് കോടതി, ഒരു MACT കോടതി ഉൾപ്പെടെ 7 കോടതികളാണ് കച്ചേരി മൈതാനിയിൽ നിലവിലുള്ളത്. ജസ്റ്റിസ് VR കൃഷ്ണയ്യർ സുപ്രീം കോടതി ജഡ്ജിയായിരുന്ന കാലത്ത് 1984 ഇന്ത്യയിൽ ആദ്യമായി നീതിമേള നടന്നത് പറവൂരിലാണ്. 1989 ലോക് അദാലത്ത് ആദ്യമായി നടന്നതും ഇവിടെ തന്നെ. വിദ്യാർത്ഥികളിലും പൊതുജനങ്ങളിലും നിയമബോധമുണ്ടാക്കാൻ മലയാളത്തിൽ നിയമപാഠം തയ്യാറാക്കി പ്രകാശനം ചെയ്തതും പറവൂരിലാണ്. മീഡിയ ടൈം, പറവൂർ. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റ നോട്ടത്തിൽ. കൊടുങ്ങല്ലൂരിന് സമീപം ശ്രീനാരായണപുരം പടിഞ്ഞാറെ വെമ്പല്ലൂരിൽ കടലിൽ യുവാവിന്റെ ജഡം കണ്ടെത്തി. മലപ്പുറം ജില്ലയിലെ താനൂർ എടക്കടപ്പുര കമ്മക്കാന്റെ വീട്ടിൽ ഷാജഹാന്റെ മകൻ 17 വയസ്സുള്ള ജുറൈജിന്റെ മൃതദേഹമാണെന്ന് ബന്ധുക്കൾ തിരിച്ചറിഞ്ഞു. ഇന്ന് രാവിലെ കരയിൽ നിന്നും 18 കിലോമീറ്റർ അകലെ കടലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇക്കഴിഞ്ഞ 9-ാം തീയതി പാലത്തിങ്ങൽ കടലുണ്ടിപ്പുഴയിൽ ന്യൂകെട്ടിൽ കൂട്ടുകാർക്കൊപ്പം കുളിക്കുന്നതിനിടെയാണ് ജുറൈജ് ഒഴുക്കിൽപ്പെട്ടത്. വ്യാപകമായ തെരച്ചിൽ നടത്തിയെങ്കിലും യുവാവിനെ കണ്ടെത്താനായില്ല. അതിനിടെ കൊടുങ്ങല്ലൂരിലെ കോട്ടപ്പുറം കോട്ടപ്പുഴയിൽ വഞ്ചിമറിഞ്ഞ് കാണാതായ മത്സ്യത്തൊഴിലാളിയെയും കണ്ടെത്താനായിട്ടില്ല. എടവിലങ്ങ് പഞ്ചായത്ത് കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുരസ്കാരത്തിന്റെ ഇരട്ട നേട്ടം. കുടുംബാരോഗ്യ കേന്ദ്രത്തിനും ഉപകേന്ദ്രമായ കാതിയാളം ആയുഷ്മാൻ മന്ദിറിനും സംസ്ഥാന സർക്കാരിന്റെ കായകൽപ്പ് പുരസ്കാരം ലഭിച്ചു. 97.9% സ്കോർ നേടി കുടുംബാരോഗ്യ കേന്ദ്രം ജില്ലാതലത്തിൽ 1-ാം സ്ഥാനവും 93.3% സ്കോർ നേടി ആയുഷ്മാൻ മന്ദിർ 2-ാം സ്ഥാനവും കരസ്ഥമാക്കി. 2 ലക്ഷം രൂപയും ഉപഹാരവുമാണ് പുരസ്കാരം. ആശുപത്രിയിലെ അണുബാധ നിയന്ത്രണം, ഭൗതിക സാഹചര്യങ്ങൾ, വിവിധ സേവനങ്ങളെക്കുറിച്ചുള്ള ജീവനക്കാരുടെ അവബോധം, രോഗികൾക്ക് ലഭിക്കുന്ന സേവനങ്ങളും പെരുമാറ്റവും എന്നിവ അടിസ്ഥാനമാക്കിയാണ് പുരസ്കാരം. KSU കയ്പമംഗലം നിയോജക മണ്ഡലം പ്രസിഡന്റായി എഡ്വിൻ റാഫേൽ ചുമതലയേറ്റു. എറിയാട് സർവീസ് സഹകരണ ബാങ്ക് ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം KPCC രാഷ്ട്രീയ കാര്യസമിതി അംഗം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. KSU സംസ്ഥാന കൺവീനർ ആസിഫ് മുഹമ്മദ് അധ്യക്ഷത വഹിച്ചു. യൂത്ത് കോൺഗ്രസ് ദേശീയ ജനറൽ സെക്രട്ടറി PN വൈശാഖ് മുഖ്യപ്രഭാഷണം നടത്തി. സംസ്ഥാന സെക്രട്ടറി സലീം കയ്പമംഗലം മുഖ്യാതിഥിയായി. അഴീക്കോട് വാർഡ് 20-21 കോൺഗ്രസ് കമ്മിറ്റികൾ സംഘടിപ്പിച്ച മഹാത്മാഗാന്ധി കുടുംബ സംഗമം TN പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു. വാർഡിലെ മുതിർന്ന കോൺഗ്രസ് നേതാവ് കരുണാകരൻ അധ്യക്ഷത വഹിച്ചു. മണ്ഡലം പ്രസിഡന്റ് KM സാദത്ത്, അഴീക്കോട് സർവീസ് സഹകരണ ബാങ്ക് പ്രസിഡന്റ് PP ജോൺ, ദളിത് കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് KU സുബ്രഹ്മണ്യൻ, പ്രവാസി കോൺഗ്രസ് ബ്ലോക്ക് പ്രസിഡന്റ് നജീബ് P മുഹമ്മദ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ് PP ഷാജി എന്നിവർ സംസാരിച്ചു. നസീർ കൊല്ലത്ത് വീട്ടിൽ, അബ്ദുൾ റഹീം പോലുങ്ങൽ, KB ഷംസുദ്ദീൻ, ബിന്ദു ഗോപാലൻ, CA അബ്ദുൽ കരീം, PA നിസാർ എന്നിവർ നേതൃത്വം നൽകി. കോട്ടപ്പുറം ഇടവകയിലെ 3 കുടുംബ യൂണിറ്റുകൾ ചേർന്നുള്ള അൽഫോൺസ ബ്ലോക്കിന്റെ പൊതുയോഗം നടന്നു. സെന്റ് ആന്റണീസ്, മദർ തെരേസ, അമലോത്ഭവ മാത എന്നീ 3 യൂണിറ്റുകളിലെയും കുടുംബങ്ങളാണ് പൊതുയോഗത്തിൽ സന്നിഹിതരായത്. അൽഫോൺസ ബ്ലോക്ക് പ്രസിഡന്റ് സജി ജോസഫ് വെങ്ങണത്ത് അധ്യക്ഷത വഹിച്ചു. കമ്മിറ്റി കൺവീനറായ ഓസ്റ്റിൻ ഫിഗറേഡോ വിഷയാവതരണം നടത്തി. കമ്മിറ്റി അംഗം ബോസ് വലിയപറമ്പിൽ, ജോസഫ് പടമാട്ടുമൽ, ഷിബു പള്ളിപ്പറമ്പിലിൽ എന്നിവർ സംസാരിച്ചു. സംസ്ഥാനത്ത് മഴ കനക്കും. തൃശൂർ മുതൽ കാസർഗോഡ് വരെയുള്ള ജില്ലകളിൽ ഇന്ന് യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഒറ്റപ്പെട്ട ഇടങ്ങളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ട്. കേരള തീരത്ത് ഇന്ന് 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റ് വീശിയേക്കാമെന്നും മുന്നറിയിപ്പുണ്ട്. മത്സ്യബന്ധനത്തിന് ഇന്ന് കേരള തീരത്ത് വിലക്കാണ്. ബുധനാഴ്ച തീവ്ര മഴ സാധ്യത മുന്നറിയിപ്പും പുറപ്പെടുവിച്ചിട്ടുണ്ട്. കേരള ലക്ഷദ്വീപ് തീരത്ത് പടിഞ്ഞാറൻ കാറ്റ് ശക്തമാകുന്നതോടെയാണ് മഴ വീണ്ടും സജീവമാകുന്നത്. പ്രധാന വാർത്തകൾ വീണ്ടും. ജാതി വിവേചനം തുടരുന്നതിൽ അതൃപ്തി പരസ്യമാക്കി ഹൈക്കോടതി. പട്ടികജാതി സമൂഹങ്ങൾ വിവേചനവും ബഹിഷ്കരണവും നേരിടുന്നത് തടയാൻ കഴിയുന്നില്ല എന്ന് നിരീക്ഷണം. മഴ ശക്തമായതോടെ പെരിയാർ തീരത്തെ വാഴ കർഷകർ ദുരിതത്തിൽ. മൂപ്പെത്താത്ത ഏത്തവാഴകൾ ഒടിഞ്ഞു വീണുകൊണ്ടിരിക്കുന്നതും ചെയ്യുന്നതും പ്രധാന പ്രതിസന്ധി.
KG ശിവാനന്ദനെ CPI തൃശൂർ ജില്ലാ സെക്രട്ടറിയായി തെരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ നിന്ന് ഇറങ്ങിപ്പോയതോടെ നാട്ടിക MLA CC മുകുന്ദനെ ഒഴിവാക്കി. ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.